നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ നല്ല സൈസ് ഉണ്ട്. ഇനി ഇത് നന്നാക്കി എടുക്കാം നമുക്ക്. ഇതായിട്ടോ. അപ്പോൾ ഇതാ നമ്മളെ നെണ്ടൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാദൂസ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മളെ ചാനലിൽ കുക്കിംഗ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് നാളായില്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഫിഷ് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ഞണ്ട് കാണാറുണ്ട് അല്ലേ. നമ്മൾ പലരും അങ്ങനെ അധികം വാങ്ങിക്കാറില്ല. ചിലരൊക്കെ വാങ്ങിക്കും, ചിലർ വാങ്ങിക്കൂല. ചിലർക്ക് അതൊരു ഇഷ്ടമല്ല, എങ്ങനെയാവും അതിൻ്റെ ടേസ്റ്റ് എന്നറിയില്ല, ക്ലീൻ ചെയ്യാനറിയില്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. എന്നാൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉഗ്രൻ ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് ഈ ഞണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യാമെന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ക്ലീൻ ചെയ്യുന്നത് മുതൽ ശരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് പിന്നെ സംശയമൊന്നും ഉണ്ടാവില്ല എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അത്രയും ക്ലിയർ ആയിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഞണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അല്ലേ. ആദ്യം ഇങ്ങനെ കാലെടുക്കുക, കൈ ഇതിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ മുള്ളുകൾ ഉണ്ടാവും. അപ്പം ഇതാ ഞണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം, കയ്യിൽ കൊള്ളാതെ നോക്കണം. എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക ഫുള്ള്. കാണുന്നില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിന്റെ ഇവിടെ ഇങ്ങനെ പൊളിച്ചു കൊടുക്കുക. ഇതൊക്കെ ഇതിന്റെ വേസ്റ്റ് ആണ്. ഈ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കും, ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കും. ആക്കിയോ? പോയാലേ നദിക്കിടാട്ടോ. ഈ ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ണതാ, കണ്ണ് കണ്ടോ? ഒറ്റ കണ്ണുള്ളൂ. ഒരു കണ്ണൊക്കെ കണ്ണൊക്കെ രണ്ട് കണ്ണുണ്ട്. ഈ ഒരു സാധനം നമ്മൾ എടുത്ത് കളിട്ടോ, മറന്നതാണ് കാണിക്കാൻ. ഇതിൻ്റെ ഉണ്ട് അങ്ങനെ. സോണിയ എഗ്ഗാണത്. എനിക്കറിയില്ല. എന്താണ് കുറച്ചുള്ള വീഡിയോ നമ്മളെ നെണ്ടൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ? ഒന്നുകൂടെ ഉണ്ട്. ഫ്ലഷ് ആണല്ലേ അത്.
അങ്ങനെ അതപ്പോൾ നമ്മൾ ഫുള്ള് ഞണ്ടും നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വെക്കണം. കണ്ടോ, ഈ തോട് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഈ സാധനം മാത്രമേ വേസ്റ്റായിട്ട് പോകണുള്ളൂ. ബാക്കിയൊക്കെ ഇനി ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മൾ ഫുള്ള് ഞണ്ടും നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈസ് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാർട്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നല്ല വലുതാണ്, അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കൈയിൻ്റെ ഒക്കെ ഇവിടുത്തെ ഈ സംഭവങ്ങൾ, ഈ സുനാപ്പിയും ഈ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതൊന്ന് പൊട്ടിച്ചിട്ടാണ്, ഇതിൻ്റെ ഉള്ളിലാണ് ഫ്ലഷ് ഉണ്ടാവുക, അങ്ങനെയാണ് കഴിക്കുക. അപ്പോൾ ഒരു വൃത്തിക്ക് വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതെങ്ങനെയാണ് ചെയ്യണത് നോക്കാം നമുക്ക്. ഇത് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ വലിയ പീസല്ലേ, അതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് നമുക്ക് ഇത്ര പണിയുള്ളൂ. അതാ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കഴുകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വേസ്റ്റ് പാർട്ടൊക്കെ ഒന്നുകൂടെ കളഞ്ഞു കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ക്ലിയർ ചെയ്യേണ്ടത്. നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്, എല്ലാതും നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. വലിയ പീസൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചധികം അളവ് തന്നെ നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 1.5 കിലോ ഞണ്ടാണ് നമ്മൾ വെക്കുന്നത്. ഇതിലേക്ക് 4 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല സൈസിലുള്ള 4 സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർക്കുന്നുണ്ട്. അത് ഈ ഒരു റെസിപ്പിക്കുള്ള പക്ക അളവ് നോക്കിയിട്ടല്ല, കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ സമയത്തൊക്കെ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. നമ്മൾ കുറച്ചധികം വെളിച്ചെണ്ണ ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയാണ് എടുക്കുന്നതെങ്കിൽ സവാള ഒന്നും നന്നായിട്ട് മൂത്ത് കിട്ടില്ല. അതിന് പകരം അതിലൊരു വെള്ളം ഇങ്ങനെ വന്നിട്ട് നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല. അപ്പോൾ കുറച്ചധികം അളവ് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി 4 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുകയാണ്. നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചിട്ടാണ് നമ്മൾ മുളക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 25 ഗ്രാം വെളുത്തുള്ളിയും 25 ഗ്രാം ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തതാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴൊക്കെ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ നമ്മൾ എണ്ണ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് എങ്കിൽ ഈ ഒരു സവോളയൊന്നും ഇങ്ങനെ വഴന്ന് കിട്ടൂല. അതിന് പകരം വേറൊരു കുഴഞ്ഞു പോവും അത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഒക്കെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ചേർക്കണം. ഇനി നമ്മളിതിലേക്ക് വലിയ 2 അല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കുറച്ചധികം തന്നെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം നമുക്ക്. ഏകദേശം ഇങ്ങനെ കളറ് മാറി വരുമ്പോൾ, അല്ലെങ്കിൽ അതൊന്ന് ആ ഒരു സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. നമ്മൾ 4 പച്ചമുളക് ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ മാത്രം മുളക് പൊടി ചേർത്തത്. എരിവിനനുസരിച്ച് നമുക്ക് മാറ്റം വേണമെങ്കിൽ വരുത്താൻ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നമ്മൾ ആ ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇതുവരെ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്, കാരണം വെള്ളമൊന്നും അധികം ഇല്ലല്ലോ, നമ്മൾ ചേർത്തിട്ടേ ഇല്ല.
അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ തീ ഒന്ന് കുറച്ച് കൊടുക്കാം നമുക്ക്. അതിന് ശേഷം ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വൃത്തിയായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ വെള്ളം പക്കാ ഞണ്ടെന്ന് പോവണമൊന്നും ഇല്ല കേട്ടോ, കാരണം ഇനി നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി അത് പോയി എന്ന് വിചാരിച്ചും പ്രശ്നമല്ല, പോയില്ല എന്ന് വിചാരിച്ചും പ്രശ്നമല്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തീ കുറച്ച് വെക്കണം, കാരണം ഈ മസാലപ്പൊടികളൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഞണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുകയാണ്. കൂടി പോവരുത്, കാരണം നമ്മൾ ഇനി നാളികേരപ്പാലും കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായാൽ അതിങ്ങനെ ഡ്രൈ ആയിട്ട് ഗ്രേവി ആയി വരാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും നമ്മളെ ഓർമ്മയിൽ ഉണ്ടാവണം, കാരണം നമ്മൾ നാളികേരപ്പാലും കൂടെ ചേർക്കുന്നുണ്ട്. ഞണ്ടിന് അധികം വേവൊന്നുമില്ല, അതൊന്ന് നന്നായിട്ട് തിളച്ചാൽ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഞണ്ട് ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നാളികേരപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അരമുറി നാളികേരത്തിൻ്റെ പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കപ്പോൾ നാളികേരപ്പാലൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ തിക്കായിട്ടുള്ള പാലൊന്നും അല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, കുറച്ചൊക്കെ വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് തന്നെയാണ്. കാരണം അതിനനുസരിച്ച് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചപ്പോൾ അതിൻ്റെ ഒരളവ് കുറച്ചിരുന്നു. ഇനി നിങ്ങൾ കൂടുതൽ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. ഉപ്പ് ഈ വെള്ളം വറ്റി വരുമ്പോൾ ഒന്ന് കൂടുതലാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് കരുതിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി ആ വെള്ളം നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്കിതാ ഇതുപോലുള്ളൊരു അടിപൊളി സാധനം റെഡിയായി കിട്ടും. നല്ല ഉഗ്ര ടേസ്റ്റുള്ള ഞണ്ട് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞണ്ട് കഴിക്കാത്തവരാണെങ്കിലും തീർച്ചയായിട്ടും ഇനി മാർക്കറ്റിൽ കാണുമ്പോൾ ഒന്ന് വാങ്ങിയിട്ട് ഇതുപോലെ വെച്ച് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ എരിവ് അധികം കഴിക്കാത്ത ആളാണെങ്കിൽ പോലും ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു എരിവ് ചേർക്കണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ അത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അത്ര കണ്ട് ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എരിവ് എന്തായാലും മിനിമം ലെവലിൽ കുറച്ച് എരിവ് അതിന് വേണം, കൂടിയാലും എന്തായാലും ഒട്ടും കുറഞ്ഞു പോവരുത്. തേങ്ങാപ്പാലും കൂടെ ചേർക്കുമ്പോൾ ചിലപ്പോൾ മധുരം വന്നാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഞണ്ടിൻ്റെ ബോഡി പാർട്ടാണ് ഇത്, കണ്ടോ, നല്ല അതിൻ്റെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല ഇതിന്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നുള്ളത് ഷുവറാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരുപാട് അളവിൽ വാങ്ങിക്കാതെ കുറച്ച് വാങ്ങിയിട്ട് ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള മറ്റു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.